Hi everyone, this is me, Casac Benjali. Welcome to my new video blog. പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെയിൽസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ നല്ല സെയിൽസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, നിങ്ങളൊരു മെർച്ചൻഡൈസർ ആണെങ്കിൽ എങ്ങനെ നമ്മുടെ സെയിൽസിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാം, എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി കൂട്ടാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പവർ ഓഫ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ആവാം, സർവീസ് ആകാം, വേറെ എന്തുമാകാം, ഇത് രണ്ടും കൂടെ ചേർന്നതുമാകാം. നിങ്ങളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സെയിൽസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദ പവർ ഓഫ് ഡെമോൺസ്ട്രേഷൻ ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഇൻ സെയിൽസ്. ഒരിക്കലും ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു 8-9 വയസ്സ്, 7-8 വയസ്സ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത്രമാത്രം വലിയ കുട്ടിയായിട്ടില്ല. ഒരു 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരു വേനൽക്കാലത്ത് ഒരു തമിഴ് സ്ത്രീ വന്നു. ഷി വാസ് എ സെയിൽസ് പേഴ്സൺ. നമ്മൾ അറിയാലോ, ഈ പ്ലാസ്റ്റിക് ബക്കറ്റുകളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വളരെ ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഗോഡൗൺ എടുത്തിട്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ചുറ്റുഭാഗങ്ങളിൽ അത് തലയിൽ ചുമന്ന് കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സ്ത്രീയാണ് വന്നത്. സാധാരണ നമ്മുടെ വീട്ടിലേക്ക് അത്തരം ആളുകൾ വരാറുണ്ട്, ഇവരുടെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റുമായിട്ടാണ് വന്നത്. ഒരുപാട് ആളുകൾ വരാറുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, പഴയ തുണിയൊക്കെ കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അത് അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യാറില്ല, വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കാറില്ല. ഇവിടെ ഈ സ്ത്രീ വന്ന ഉടനെ തന്നെ ഞാനൊക്കെ അവിടെ കുട്ടിയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തടുത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവർ വരുന്നത്. വരുന്ന ഉടനെ തന്നെ ഇവർ അതിൻ്റെ നടുവിൽ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുറ്റം പോലുള്ള ഒരു സ്ഥലത്തിൻ്റെ നടുവിൽ ഈ ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നു. നമ്മളെല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി കാണിക്കുക. മുകളിൽ കയറി നിന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ മുകളിൽ അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തതുമില്ല. ഒന്നും അവർ പറയാതെ ബക്കറ്റ് കൊണ്ടുവരുന്നു, ബക്കറ്റ് ഇറക്കി വെക്കുന്നു, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ഡാൻസിങ് തുടങ്ങി. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ കളിക്കുന്നിടത്തുനിന്ന് അവിടേക്ക് ഓടിക്കൂടി. അതുപോലെ തന്നെ ചുറ്റുഭാഗത്തുള്ള അയൽവാസികൾ എല്ലാവരും കൂടെ വന്നിട്ട് ആ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായി. 2 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒന്നാമത്തത്, അതുവരെയുള്ള കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യൻ എന്നും ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ളതായിരുന്നില്ല. വളരെ പെട്ടെന്നൊരു കുഞ്ഞ് കയറി നിന്ന് കഴിഞ്ഞാൽ പോലും പൊട്ടുന്ന രീതിയിലുള്ള ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആയിരുന്നു അക്കാലത്ത് പ്ലാസ്റ്റിക് ബക്കറ്റുകളായിട്ട് കിട്ടിയിരുന്നു. പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ മനസ്സിലേക്കുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതകരമായിരുന്നു നമുക്ക്. രണ്ടാമത്തത്, യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ മിണ്ടാതെ വന്നിട്ട് ബക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരാൾ വളരെ മനോഹരമായിട്ടൊന്നുമല്ല ഡാൻസ്, പക്ഷെ ഒരു ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതും നമ്മളെ ആശ്ചര്യപ്പെടുത്തി എല്ലാവരും നോക്കിയിരുന്നു. ഈ ഡാൻസ് ഒരു 3-4 മിനിറ്റ് തുടർന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തു, ബക്കറ്റിൻ്റെ മുകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് താഴെ ഇറങ്ങിയിട്ട് അവർ ഈ ബക്കറ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങി. നിങ്ങൾ കണ്ടോ ബക്കറ്റ്? നിങ്ങളുടെ ബക്കറ്റ് കൊണ്ടുതരും, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ബക്കറ്റ് കൊണ്ടുതരും, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ കുഞ്ഞിനോടൊന്ന് കയറി നിൽക്കാൻ പറയും, അത് പൊട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ബക്കറ്റ് ഞാനത് ഇവിടെ വെച്ചിരിക്കുന്നു, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എത്ര വെയിറ്റുള്ള ആൾ കയറി കഴിഞ്ഞാലും ഇത് പൊട്ടില്ല, ദിസ് ഇസ് മൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ വെല്ലുവിളിച്ചു. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി. കാരണം എന്താ, ശരിയാണ്, നമ്മുടെ വീട്ടിനകത്ത് അന്ന് വാഷ്റൂമിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബക്കറ്റെല്ലാം ഒരു കുഞ്ഞ് കയറി നിന്നാൽ പോലും പൊട്ടുന്ന ബക്കറ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അത്ഭുതമായി. എന്നിട്ട് ഇവർ പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. വളരെ മനോഹരമായിട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. കാരണം എന്താ, വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ആ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് വാല്യൂവിനേക്കാളും അപ്പുറത്ത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അത് ബ്രാൻഡ് വാല്യൂ പ്രധാനമല്ല, പക്ഷേ ആ ഡെമോൺസ്ട്രേഷനിലൂടെ തന്നെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ട്രസ്റ്റബിൾ പ്രോഡക്റ്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു. മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ട് എന്ന് അവർക്ക് ബോധ്യം വരുത്താനായി ആ ഡെമോൺസ്ട്രേഷനിലൂടെ. ഒരു കസ്റ്റമർ ഒരു ബക്കറ്റിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം അവർ ആ ഡെമോൺസ്ട്രേഷനിലൂടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാതെ തന്നെ കാണിച്ചപ്പോൾ പിന്നീട് അവർക്ക് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ അയൽവാസികൾ എല്ലാവരും ആ ബക്കറ്റ് വാങ്ങിയിട്ടാണ് അവർ വിട്ടത്. എല്ലാവരും വാങ്ങിച്ചു.
ഇതാണ് ഡെമോൺസ്ട്രേഷൻ. സെയിൽസിൽ എപ്പോഴും ഡെമോൺസ്ട്രേഷന് വലിയ റോളുണ്ട്. ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരു കസ്റ്റമർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 3 പ്രധാന കൺസേൺസ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, നിങ്ങൾ ക്യാമറ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, നിങ്ങൾ വേറെ എന്തെങ്കിലും സർവീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് ആണ് സെല് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, വേറെ എന്ത് പ്രോഡക്റ്റ് ആവട്ടെ, അതൊരു കൺസെപ്റ്റ് ആകാം, ഒരു ഐഡിയ ആകാം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആകാം, ഒരു മെറ്റീരിയൽ പ്രോഡക്റ്റ് ആകാം, എന്തുമാവട്ടെ. കസ്റ്റമറുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയാം, ക്യാൻ ഐ ട്രസ്റ്റ് ദ പ്രോഡക്റ്റ്? എനിക്ക് ഈ പ്രോഡക്റ്റിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ പ്രോഡക്റ്റ് വിശ്വാസയോഗ്യമുള്ള പ്രോഡക്റ്റ് ആണോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ എന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ക്യാൻ ഐ ട്രസ്റ്റ് ദ ബ്രാൻഡ്? ഇത് ഏത് ബ്രാൻഡാണ്? ആരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ്? മുമ്പ് നമ്മൾ ചോദിക്കും, ഇത് എവിടെയാണ്? ചൈനയാണോ ജപ്പാനാണോ? ഇന്ന് നമ്മളത് ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാ പ്രോഡക്റ്റും കിട്ടുന്നത് ജപ്പാനാണ്. ബട്ട് വി ക്യാൻ ഓൺലി ട്രസ്റ്റ് ഓൺ ബ്രാൻഡ്സ്, അല്ലേ? ഇവരുടെ പ്രോഡക്റ്റ്, ഈവൻ ചൈനയാണെങ്കിലും ഇവരുടെ പ്രോഡക്റ്റ്, ഈ ഒരു ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ട്, ക്യാൻ ട്രസ്റ്റ്. ഇപ്പൊ ഈ ബ്രാൻഡ്, ഇത് ഏത് ബ്രാൻഡ് ആണെന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ കൺസേൺ. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഇത് ഞാൻ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം തിരിച്ചു വരുമോ? ഞാനൊരു 5000 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന പ്രോഡക്റ്റ് എൻ്റെ 5000 രൂപയ്ക്കുള്ള മൂല്യമുള്ളതാണോ, അല്ലെങ്കിൽ 6000 രൂപയുടെ മൂല്യമുള്ള വസ്തുവാണോ ഞാൻ 5000 രൂപയ്ക്ക് വാങ്ങുന്നത്? ഇതാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ച്, പല മിക്ക സെയിൽസിലുള്ള ആളുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം കമ്പനിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വലിയ 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 കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർക്ക് അറിയണ്ട, അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചൊന്നും കൂടുതൽ അറിയണ്ട. മറിച്ച് ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രധാനപ്പെട്ട് കസ്റ്റമർക്ക് അറിയേണ്ടത്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഡെമോൺസ്ട്രേഷനിലൂടെയാണ് നിങ്ങൾ കസ്റ്റമറോട് സംവദിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പോകരുത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് പറയാൻ പോകരുത്. അതിനും അപ്പുറത്ത് കസ്റ്റമർക്ക് വാല്യൂ എന്താണെന്ന് കാണിച്ചു കൊടുക്കൂ. കസ്റ്റമർ, ഇഫ് ഹി ഈസ് സ്പെൻഡിങ് 1000 rupees, if you spend $1,000, $1,000, show him the value of 2,000. Then customer will not ask more question. That is the power of demonstration. Show your power in demonstration. Create some dramatical way. നാടകീയമായിട്ടുള്ളതോ ഐഡിയപരമായിട്ടുള്ളതോ കസ്റ്റമർ എളുപ്പത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് സം വാല്യൂ ബിഫോർ യു എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ പ്രോഡക്റ്റ്. കസ്റ്റമർക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പണത്തിന് ഇരട്ടി മൂല്യം കൊടുക്കുന്നു എന്ന് ആദ്യം കസ്റ്റമറെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഡെമോൺസ്ട്രേഷന്റെ റോൾ. Then explain about a brand. Then explain about a product. You can sell your product. This is what the basic concept of power of demonstration. കൂടുതലൊന്നും പറയാതെ തന്നെ, കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. സാധാരണ ഒരു സെയിൽസ് പേഴ്സണെ കുറിച്ചുള്ള പലപ്പോഴും റോങ് ആയിട്ടുള്ള ബാഡ് ഇമേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസുകാരെല്ലാവർക്കും വെറുപ്പാണ്. കാരണം എന്താ? ഒരു സാധാരണ കൺവെൻഷണൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് അയാളുടെ പുറകെ നടന്ന് വാങ്ങുകയല്ലേ എന്ന് പറഞ്ഞ് അവസാനം വാങ്ങാതെ പോവില്ല എന്നൊരവസ്ഥയിൽ പറഞ്ഞു വിടാൻ വേണ്ടി കസ്റ്റമർ വാങ്ങിക്കേണ്ട രീതിയിലുള്ള LIC ഏജന്റുമാരെ പോലെയുള്ള സെയിൽസ് ആണ് നമ്മുടെ മൈൻഡിനകത്തുള്ളത്. നോ, യു ഷുഡന്റ് ബി എ ബോറിംഗ് സെയിൽസ് പേഴ്സൺ. അതൊക്കെ പഴയ കാലമാണ്, പഴയ സെയിൽസ് സ്ട്രാറ്റജിയാണ്. യു ഷുഡ് ലേൺ സംതിങ് ന്യൂ. ഹൗ ടു ഡു ദ ബെസ്റ്റ് സെയിൽസ്, മൈ ഡിയേഴ്സ്. ദിസ് ഈസ് വാട്ട് ഈസ് ദ ബേസിക് ഓഫ് സെയിൽസ്. ഇഫ് യു വാണ്ട് ടു അപ്ലിഫ്റ്റ് യുവർ സെയിൽസ്, യു ഷുഡ് ലേൺ how to demonstrate the value. നിങ്ങളൊരു ഓൺട്രപ്രനർ ആണെങ്കിൽ, നിങ്ങളൊരു സെയിൽസ് മാനേജർ ആണെങ്കിൽ, നിങ്ങളുടെ സ്റ്റാഫിനെ എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇതിൽ കസ്റ്റമറായിട്ട് കൺവേ ചെയ്യാം, എങ്ങനെ ഒരു സെയിൽസ് എങ്ങനെ നടത്താം, ക്ലോസ് ചെയ്യാം എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പലതരത്തിലുള്ള കോർപ്പറേറ്റ് സെയിൽസ് പ്രോഗ്രാംസ് നമുക്കുണ്ട്. സൈക്കോളജിക്കൽ ഐഡിയാസിലൂടെ, സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കസ്റ്റമറുടെ ഐഡിയാസ് മനസ്സിലാക്കി എങ്ങനെ സെയിൽ എളുപ്പത്തിൽ ക്ലോസ് ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുന്ന പലതരത്തിലുള്ള കോർപ്പറേറ്റ് സെയിൽസ് പ്രോഗ്രാം, 1 day, 2 days, 3 days പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. 100% വാല്യൂ, 100%. നിങ്ങളിപ്പം ഒരു 100 CR ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 300 CR എങ്ങനെ സെയിൽസ് അപ്ലിഫ്റ്റ് ചെയ്യാം, അതിന് പറ്റുന്ന രീതിയിലുള്ള മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ട്രെയിനിങ്, കോർപ്പറേറ്റ് ട്രെയിനിങ്സ്. അതുപോലെ തന്നെ ഓൺട്രപ്രനർ ആണെങ്കിൽ നിങ്ങളുടെ ഓൺട്രപ്രണർഷിപ്പിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ബൂം എന്ന് പറയുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് ട്രെയിനിങ്. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാം, നിങ്ങളുടെ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യാൻ, ബിസിനസിനെ കൂടുതൽ എഫക്റ്റീവ് ആകുന്ന രൂപത്തിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ബിസിനസിനെ കുറിച്ചുള്ള എല്ലാം ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു 1 year, 1 വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയണം, ഇതിൽ പങ്കെടുക്കണം, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും അടുത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഏത് മീഡിയ വഴിയും ഷെയർ ചെയ്യാം. ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ടതിന്, ഇത് ഷെയർ ചെയ്തതിന്, ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്നതിനെല്ലാം വളരെ നന്ദി. ഞാൻ കസാക് ബെൻജാലി.